ഇത് എന്താണെന്ന് അറിയണ്ടേ? ദേ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ബോക്സ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിന്റെ മേലെ ഇതാ ഒരു JCBയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാനില്ലേ. അതുപോലെ തന്നെ ഓവറോൾ ഈ ബോക്സ് തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്താലോ? അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ഒരു യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതിലൊരു ചാർജർ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതാ നമുക്കൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്, ഒരു JCB കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂസർ മാനുവലിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ചാർജ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിനൊരു ചാർജിങ് വയർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, അതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ചാർജർ ഇതാ പണ്ടത്തെ നോക്കിയ ഫോണിലൊക്കെ കുത്തുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. കണ്ട ഇത് ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ ഈ കാറ് ചാർജ് ചെയ്യണം. അപ്പം നമ്മുടെ ചാർജർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാർ ഓൾറെഡി റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വാച്ചിൽ മാത്രം ബാറ്ററി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ വാച്ചിൽ ബാറ്ററി ഇടേണ്ട ഏരിയയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ബാറ്ററി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിതിലെ ബാറ്ററി ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ റിമോട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു കുഞ്ഞ് ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അത് വേണം നമ്മളിതിൽ ഇടാനായിട്ട്. അപ്പോൾ നമ്മളിതാ ബാറ്ററി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി വർക്കിംഗ് ആണ്. ഇനി നമുക്കിതാ വാച്ചിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വാച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വണ്ടി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമുക്ക് കയ്യിൽ വാച്ച് കെട്ടിയാലോ? ഇപ്പം അത് കാണാൻ പെൻറ്റൻ്റെ പോലല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വാച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏട്ടനെ കൊണ്ടാണ് കെട്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതാ JCB ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കളിക്കാം. ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കെട്ടി നടക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് കളിക്കണം തോന്നുകയാണെങ്കിൽ ഇതാ അങ്ങനെ നമ്മുടെ JCB എടുക്കുക, താഴെ വയ്ക്കുക, നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇതിൽ ബാറ്ററി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ വർക്ക് ചെയ്യാം. അയ്യോ വർക്ക് ആവുന്നില്ല. ഇത് വർക്കാകത്തെന്നല്ലേ. ഇതിൽ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ താഴെ, അതിങ്ങനെ ഓണാക്കണം. അത് ഓണാക്കിയപ്പോൾ അതേ നമ്മുടെ JCBയുടെ ബാക്കിൽ ഇതാ ഒരു ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റുക കേട്ടോ. ഏട്ടാ പിടിച്ചോ ഞാൻ പറഞ്ഞാണ്. അയ്യോ ഇത് നിലത്ത് വീണു കേട്ടോ. ഇവിടെ അതിനുള്ള സ്പേസിൽ ഭയങ്കര സ്പീഡിലാണ് നമ്മുടെ കാറ് പോകുന്നത്. അപ്പം നമുക്കിത് താഴ്ത്ത് വെച്ചിട്ട് ഓടിക്കാം കേട്ടോ. ഇത് ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് ബാക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ റൈറ്റ് അടിച്ചിട്ടാണ് ഇത് റിവേഴ്സ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കാർ വാഷ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ